ഇച്ചാച്ചേന്റെ ഹാപ്പിറ്റ് ചെയ്യണം. അപ്പൊ സാംബോയിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ സാംബോയ്ക്ക് കുറച്ച് കുട്ടി കുട്ടി സർപ്രൈസ് ഉണ്ട്. അപ്പൊ സാംബോയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് പുറത്ത് നിന്ന് പ്ലാൻ ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ ഇത്ര ഒച്ച പറഞ്ഞാൽ ഞാൻ കേൾക്കില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നെ ബർത്ത്ഡേ കേട്ടോ. ബർത്ത്ഡേക്ക് എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കരിമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ, കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഡൂഡുവിന്റെ വകയാണ് കരിമ്പ് കൊടുത്തിട്ടുള്ളത്. ഡൂഡു കരിമ്പ് കൊടുത്തിട്ടുണ്ട് ഇച്ചാച്ചക്ക്. സാബോ 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ എടാ കുഞ്ഞാ, നീ ഇന്ന് ജനിച്ച പോലെ തന്നെ മമ്മീന്റെ ഹാപ്പി 25th ഡെലിവറി ആനിവേഴ്സറി ആണ് മമ്മീന്റെ. ശരിക്കും ശരിക്കുണ്ടല്ലോ നമ്മള് പിറന്നാൾ ആഘോഷിക്കണം, ഞാനല്ല ആഘോഷിക്കും, ശരിക്കും മമ്മി പപ്പയാണ് ആഘോഷിക്കുന്നത് അല്ലേ? ശരിക്കും സ്കൈബേബി ഉണ്ടാകുന്നത് നമുക്കല്ലേ ഭയങ്കര സന്തോഷമായത്. അപ്പൊ അതുപോലെ തന്നെ മാതാപിതാക്കളാണ് ശരിക്കും ഓരോ കുട്ടികളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. കുഞ്ഞേച്ചി ആണെങ്കിൽ മമ്മി കൊടുത്ത ഗിഫ്റ്റ് കണ്ടില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കും കേട്ടോ. ഇവരെന്നെ ഒന്നും കാണിക്കാറില്ല കൂട്ടുകാരെ, ഇവരൊക്കെ വെറും കള്ളന്മാരാ. നമ്മളൊന്നും നിങ്ങളൊക്കെ പ്രതിഷേധിക്കണം കൂട്ടുകാരെ, പ്രതിഷേധം പറയും. മമ്മി തന്ന ഗിഫ്റ്റ് നിങ്ങളെ എല്ലാവരും മുന്നിൽ കാണിച്ചു തരും കേട്ടോ. കുഞ്ഞേച്ചി കണ്ടിട്ടില്ല, കുഞ്ഞേച്ചി ഉറങ്ങിപ്പോയായിരുന്നു രാത്രി. ഇവര് ഞാനില്ലാത്തപ്പോ രഹസ്യത്തിൽ അങ്ങ് കൊടുത്തു, അത്ര. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞേച്ചി. നിനക്കൊക്കെ അറിയാലോ. കുട്ടി ഭയങ്കര ഉറക്കത്തിലാട്ടോ. കുടിയൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ടുള്ള ഉറക്കത്തിലാണ് കുഞ്ഞിപ്പെണ്ണ്. ആരുണ്ടോ കരിമ്പ് തന്നോടെ ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പൊ പിറന്നാളുകാരൻ ബെക്കാടിനെ കൊതിപ്പിക്കോട്ടെ. എടാ നിനക്ക് വല്ല തൂറ്റലും പിടിക്കട്ടോ കുഞ്ഞാ. എടാ നീ ഉണ്ടാവാൻ കാരണമായ മമ്മീനെയും പപ്പേനെയും നീ കണ്ടോടാ? ഞാൻ രാത്രി 12 മണിക്ക് എന്നെ കണ്ടതാ. എടാ അതല്ലടാ ഇപ്പൊ കണ്ട, ഇപ്പൊ എന്താ എടുക്കുന്നേന്ന് കണ്ട നീ? ഇപ്പൊ സാമ്പോ മമ്മീനെയും പപ്പേനെയും തേടി പോകുന്നുണ്ട്. ഇങ്ങോട്ട് വാ. അപ്പൊ അപ്പോഴോട് നമുക്കൊരു കാര്യം ചോദിക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടായില്ലേ, ഞാൻ ഉണ്ടായ ദിവസം പപ്പയ്ക്ക് എന്നെ കണ്ടപ്പോ എന്താ തോന്നിയത്? എനിക്കെന്താ തോന്നുന്നു, ഒരു കുട്ടികളുണ്ടായി, അതില് ഒരു ആൺകുട്ടി ആയപ്പോ ഒരു സന്തോഷം. ഇത് കുഞ്ഞാച്ചി കേൾക്കുമ്പോ കുഞ്ഞാച്ചിന്റെ പ്രതിഷേധം പപ്പയ്ക്ക് ഇപ്പൊ കിട്ടുന്നതായിരിക്കും. എന്റെ പൊന്നെ ഈ കാടൊക്കെ കയറി പോണല്ലോ. മമ്മീന്റെ ഇഞ്ചി ആട്ടാ ഇത് മൊത്തം. ഞാൻ ഉണ്ടായപ്പോ എന്നെ ആദ്യം കണ്ടപ്പോ മോൾക്കൂട്ടം എന്താ തോന്നിയേ? അതാ ഇഞ്ചി തോട്ടത്തിൽ നിന്നാ ചോദിക്കുന്നേ. ഉണ്ടായപ്പോ നല്ലൊരു മോനുണ്ടായല്ലോ എന്നോർത്ത് സന്തോഷിച്ചു. ആവുമ്പോ നല്ലൊരു സുന്ദര കുട്ടൻ. സന്തോഷമായി പോയിട്ടോ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പറ മമ്മി. ഹാപ്പി ബർത്ത്ഡേ ടു യു. മമ്മി ഹാപ്പി 25th ഡെലിവറി ആനിവേഴ്സറി. 25 വർഷമായി മോളിക്കൂട്ട ഞാൻ ഉണ്ടായിട്ട്. 25 വർഷമായി എന്റെ കുഞ്ഞാവേ ഉണ്ടായിട്ട്. ഇന്നലെ ഉണ്ടായി. 25 വർഷം മുന്നേ ഈ ദിവസം ഞാൻ ഇങ്ങനെ കുഞ്ഞു ആവേനെ നമ്മളെ സൈബേബി നടക്കുന്ന പോലെ കാര്യമായിരുന്നു അല്ലേ? അയ്യോടാ. കൂട്ടുകാരെ കണ്ടോ, ഇവിടെ മൊത്തം അമേരിക്കൻ ഇഞ്ചിയാണോ നട്ടു വെച്ചേക്കുന്നത്? കണ്ടോ, അമേരിക്കൻ ഇഞ്ചി അതിന്റെ ഇഞ്ചിന്റെ പേര് കേട്ടോ. അതായത് വലിയ ഇഞ്ചിയാന്ന് തോന്നുന്നു ഇതിന്റെ അടിയില്. കള്ളപ്പന്നിയോ? എവിടെ? ഇവൻ എന്നെ എന്തോരം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇത് വരുമ്പോ വീട്ടില് പൈസ കയറുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. പച്ചക്കുതിര, പച്ചത്തുള്ളൻ. എടാ മോനെ, അപ്പൊ എന്റെ പിറന്നാളിന് വന്ന കള്ളക്കുതിരയെ പിടിക്കാം. ഈ ചാടിപ്പോയല്ലോ. ഇവിടെയുണ്ട്. വാടാ മോനെ, എവിടെ പോയി? അത് ചാടിപ്പോയട്ടോ. ആ പേരന് മേലെ 2, 3, 4 പേരൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞാ. ആ വലുതാ. ആ ചോല വെട്ടിയപ്പോ മൊത്തം പോയിട്ടോ പേര. അതിന് മേലെ ഉണ്ട്, പക്ഷെ മേലെ കേറിയ കിട്ടും. എന്ത് എന്റെ പിറന്നാൾ മരത്തിൽ കയറാൻ പറ്റില്ല. ഇച്ച നട്ട തെങ്ങ് കാണിച്ചു തരാം. ഇതാണ് ഇച്ച നട്ട തെങ്ങിന്റെ ചെന്തെങ്ങ കേട്ടോ. ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നു. 3 കൊല്ലായി അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങൻ തൈ അല്ല, ഇത് ചെന്തെങ്ങിന്റെ തൈയാണ്. ചെന്തെങ്ങ് എന്താ അറിയാവോ? ചുമന്ന തേങ്ങ കിട്ടുന്നത് അതാണ്. പിന്നെ നമ്മുടെ ബമ്പിളി മൂസ് ഉണ്ട് അവിടെ. ബബ്ബിളി മൂസ് കണ്ടോ? ബബ്ബിളി മൂസ് കുറെ ഉണ്ടായ ഫുട്ബോൾ പോലെ കിടക്കുന്നുണ്ടോ? അവിടെ ഉണ്ട്. അതിനകത്തുണ്ട് ബബ്ബിളി മൂസ്. കുറച്ച് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ. കൂട്ടുകാരെല്ലാം വരുമ്പോ ബബ്ബിളി മൂസ് വേണേല് പറഞ്ഞാൽ മതി. ബബ്ബിളി മൂസ് വരച്ചു തരാം കേട്ടോ. നമ്മുടെ പറമ്പിൽ ഇപ്പൊ അത്യാവശ്യം എന്താ പറയാ, നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് സാധനങ്ങളൊന്നും ഇല്ലാതെ
കണ്ടോ അവളെ ചിരി കണ്ടോ മനസ്സിലായില്ലേ? അവള് നട്ട തെങ്ങാട്ടോ ഇത്. പൊന്നു നട്ട തെങ്ങ് ഇത്രയുണ്ട്. ഞാൻ നട്ട തെങ്ങ് കുഞ്ഞിതായതിന്റെ സന്തോഷത്തിലാട്ടോ പൊന്നു. ഇതാണ് എന്റെ തെങ്ങും തൈട്ടോ. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് വന്നപ്പോ പരിപാലിച്ച മൊത്തം മമ്മിയും പപ്പയും തന്നെയാണ് കേട്ടോ. ഇവള് ജസ്റ്റ് നടാൻ വേണ്ടിട്ട് ഒരു കൈ പിടിച്ചു എന്റെ കൂടെ. ഞാൻ മൊത്തം കുഴി എടുത്ത്. അങ്ങനെയല്ല, നീ കുഴി എടുത്ത് തന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതില് വച്ചിട്ട് കുടി മൂടിയൊക്കെ ഞാൻ തന്നെയാ. ആ യോയോന്റെ ലൈന്. യോയോന്റെ ലൈനോ? ഇപ്പറ സൈഡ് നോക്ക്. എവിടെ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. മോനെ യോയോന്റെ ലൈൻ കേട്ടോ. യോയോ വീട്ടിൽ കിടന്നുറങ്ങണു, അവൾ ഇവിടെ കിടന്നുറങ്ങണു. രണ്ടിനെയും പിടിച്ചാൽ കെട്ടിച്ചാലോ? എടി വഴക്ക് പറയില്ലടി, പാവല്ലേ. രാത്രി വീട്ടിൽ കയറി വരാതെ നീ വഴക്ക് പറയല്ലേ മോളെ? കേറി വാടി മോളെ, കേറി വാട മക്കളെ പറഞ്ഞിട്ടുണ്ടായല്ലോ. കുടുംബക്കാരാ പോരെ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഡൂഡുവിന് ഒരു സർപ്രൈസ് ഉണ്ടാക്കട്ടെ. അവന് ഭയങ്കര സന്തോഷാവും. കപ്പയും കൊണ്ട് കപ്പമാല. ആ കപ്പമാല അല്ലേ? അത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ കപ്പമാല? കുഞ്ഞിലെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു കൊറേ. പിന്നെ ആമ്പലിന്റെ തണ്ടും കൊണ്ടും ഉണ്ടാക്കുമായിരുന്നു ഇങ്ങനെ തന്നെ. മാല ആക്കിയിട്ട് കഴുത്തി കെട്ടി നടക്കും അല്ലേ? നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഡൂഡുവിന് കൊടുക്കും. ഡൂഡുവിന് കിട്ടിയ സന്തോഷമാകുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. എന്തോ ഡൂഡു അവിടെ കിടന്ന് കാറുന്നുണ്ട്. ഇച്ചാച്ചേന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ. പറമ്പില ഇങ്ങ് പോരെ. ഡൂഡു ഒളിഞ്ഞു നോക്കുക. ദാ ഇവിടെ. എടാ നിന്നെ ഞാനൊന്ന് ശരിയാക്കൂടാ. എടാ കള്ള. അപ്പൊ പൊന്നു സെറ്റ് ആക്കിട്ട് വന്നിട്ടുണ്ടേ. ആ കണ്ണടച്ചു. കണ്ണടയ്ക്ക് നല്ലോണം കണ്ണടയ്ക്ക്. കണ്ടോ പൊന്നിന്റെ കയ്യില് മാലയുണ്ടേ. വായോളിയല്ല, സർപ്രൈസ് ആണ്. കണ്ണുടക്കല്ലേ. എടുക്കല്ലേ ദുഷ്ടാ. ഞാൻ കുഞ്ഞേച്ചിനെ അടിയിലില്ലാത്ത കാരണം താഴെ ഇട്ട് കിടക്കും. സാക്ഷികൾ രണ്ടുപേരുണ്ടേ. കെട്ട് കഴിഞ്ഞാല് കരിമ്പിന്റെ ഇതായിരുന്നു കേട്ടോ ഞാൻ തിന്നതിന്റെ ബാക്കി. അപ്പൊ അങ്ങനെ പൊന്നു സുസീന്റെ കഴുത്തിൽ ഇങ്ങനെ മാല കെട്ടിട്ടോ. എന്റെ മോനെ ലോക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ കാണിച്ചേ. എവിടെയും പോവരുത് കേട്ടല്ലോ. എന്റെ അടിമത്തത്തിലായി കുഞ്ഞേച്ചി. അടിമക്കണ്ണിയായിരുന്നു. അപ്പൊ സുസി നല്ല ലോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ മാലയ്ക്ക്. പിന്നെ ഇല്ലാണ്ട് പടക്കോ? അതെന്ത് സാധനം? ഞാനല്ലല്ലോ അതെ സ്നേഹമുള്ളത് കാരണം ഇങ്ങനെ മേടിച്ചു കൊടുക്കുമ്പോ നല്ല 10 പോയിന്റേക്ക് മേടിച്ചു കൊടുക്കണം. ഇച്ചിരി പൊലിമ വേണം. ചാച്ചയ്ക്കും താടാവോ ഒരെണ്ണം. എടാ എന്റെ പിറന്നാൾ ഇവരുടെ അല്ല. എടാ അതാണ്ടെ പട്ടിക്ക് കൊടുക്കണം. എനിക്ക് വരുന്നില്ല കേട്ടോ. അപ്പൊ ശരിക്കും കഴിവ് തിന്നോണ്ടിരിക്കാൻ നല്ല രസമല്ലേ? പല്ലും ക്ലീൻ ആവും, പല്ലിന് ബലമൊക്കെ വരുന്നോട്ടാ പറയുന്നേ. നമ്മള് പല്ല് ചവച്ച് മടുക്കൂലേ? പല്ലിലെ തൊലിയോ? നിനക്ക് ഞാനൊരു ടാസ്ക് തരാം. ഞാനൊരു സ്റ്റെപ്പ് കാണിക്കും. അതിലെ പാട്ടോ നീ പറയണോ? പാട്ടോ? സ്റ്റെപ്പ് കാണിക്കുന്നോ? ഞാനിപ്പോ ഡാൻസ് കളിക്കും. ഡാൻസ് സ്റ്റെപ്പ്? ആ ഡാൻസിലെ പാട്ടിലെ സ്റ്റെപ്പ് പോലെ ആയാലേ ഞങ്ങള് പറഞ്ഞു. അതല്ലോ അതിന് ചേരുന്ന പാട്ട്. ഞാൻ പക്ഷെ മനസ്സിൽ ഓർത്ത് തന്നെയായിരിക്കണേ. ഇതെന്നതാ? ചെക്കന്റെ കാല് നിറയെ തട്ടിയും ചെക്കനെ കലിപ്പ കണ്ടോ? തിരിച്ചാ കൂട്ടുവാ. അതല്ല കണ്ണ പാത്ത് കണ്ണ് ഓടുത് കണ്ണ് മാറുത് ചാം ചെക്കം. ഇതേതാ ഡാൻസ്? അല്ല ഇതേതാ പാട്ട്? ചിലമ്പൊലിക്കാറ്റ് ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്. ഇത് ഇവര് ഞാൻ പറഞ്ഞ അംഗീകരിക്കുന്നില്ല കേട്ടോ. ഇവര് ഏതോ പാട്ട്. രാത്രി 12 മണിക്ക് സുസി കാണാതെ ഇരിക്കുന്ന ഗിഫ്റ്റ് മമ്മി ഇപ്പൊ തരൂട്ടോ, കാണിച്ചു തരൂട്ടോ. അയ്യോടാ എന്നെ പ്രസവിച്ചു കഴിഞ്ഞ് വെൽ ഡൺ. പക്ഷെ ഞാൻ അവനെ വളർത്തിയ അതെ ക്രെഡിറ്റ് എനിക്കാ.
കുഞ്ഞാഴ്ചയായിരുന്നു കേട്ടോ ഇച്ചേന്റെ ശരിക്കും അമ്മ. സുസി എന്നെ ഒരുപാട് നോക്കി വളർത്തി സുസി കേട്ടോ, പാവം സുസി. അതെ ഞാനും നിന്നെ നോക്കിടാ. സുസിക്കും വെൽഡൻ, നിനക്കും വെൽഡൻ. എന്നെ കെട്ടിപ്പിടിക്കുക, എന്നെ നല്ലോണം നോക്കിയിട്ട് ഇവര് കെട്ടിപ്പിടിക്കാം. അപ്പം ഞാനൊരു ലെറ്റർ പറയും, അത് പറഞ്ഞിട്ട് ആ അക്ഷരം വെച്ചിട്ടാണ് പിന്നെ ഓ ഞാൻ കണ്ടു ആ ഗെയിം ഞാൻ കണ്ടായിരുന്നു. ആ നമ്മളെല്ലാരും കൂടെ കളിക്കാന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. സാരമില്ല, ഇപ്പൊ ഇന്ന് ടാസ്ക് വെച്ച് തുടങ്ങി എല്ലാവരും അതിനകത്ത് ജയിക്കുന്ന. അപ്പം ഞാൻ ലെറ്റർ പറയും, എളുപ്പമുള്ള തരാം, പാവല്ലേ പിറന്നാളല്ലേ. സാവിന്റെ സ. ഓക്കെ, സാ വെച്ചിട്ട് ഇനി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് സാ കൊണ്ട് മാത്രമാണ് ഉത്തരം പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കണം. ഓക്കെ, ആ കണ്ടല്ലോ, അപ്പൊ അറിയാലോ, അപ്പൊ പറയാലോ. നിന്റെ വീട് എവിടെയാ? സമാനപുരം. അങ്ങനെ ഒരു സാധനം ഇല്ല. എടാ നിനക്ക് സുൽത്താൻ ബത്തേരി എന്ന് അറിയാലോ, ഇത് ആദ്യം തന്നെ പറയാൻ പറ്റില്ല, സമാനപുരം ഉണ്ടായിരിക്കും. പറഞ്ഞല്ലോ. നിന്റെ ജോലി എന്താ? സ്വാതന്ത്ര്യ സമര പോരാളി. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ജോലി എന്താ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ആ, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സിസ്റ്റർ. സിസ്റ്റർ മാത്രമേ ഉള്ളൂ ഇപ്പൊ. സിസ്റ്റർ മാത്രമേ ഇപ്പൊ ഉള്ളൂ. സിസ്റ്ററിന്റെ പേരെന്താ? സുസ്മിൻ. സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞോ? സത്യമായിട്ട് അറിയില്ല. അയ്യോ എടാ അതിന്റെ ഉത്തരവാദിയാടാ, അതിന് കിട്ടിയ ട്രോഫിയാണ് ഈ നീക്കുന്നത്. നീ അങ്ങനെ പറയരുത്. ആ നിനക്ക് കുട്ടിയുണ്ടോ? സത്യമായിട്ടും ഉണ്ട്. നശിപ്പെട്ടു. എടാ നീ ഓണത്തിനെന്താ കഴിക്കാറ്? സദ്യ. സദ്യ. ഇനി എന്താ അമ്മ. കണ്ടോ എനിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റില്ല. സൺഫ്ലവർ. വെൽഡൻ. ഞാൻ പറഞ്ഞേ കൊണ്ട് ചോദിക്കട്ടെ, നീ കല്യാണം കഴിച്ചോ? കല്യാണം കഴിഞ്ഞ നീ എന്താ ചെയ്യാ? സന്തോഷായിട്ടിരിക്കും. കുഞ്ഞാച്ചി പറഞ്ഞു കൊടുക്കല്ലേ? ഞാൻ കുഞ്ഞാച്ചിക്ക് ക്വസ്റ്റ്യൻ പിടിക്കടാ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഈ ടാസ്ക് വിജയിച്ച സ്ഥിതിക്ക് ഇവർ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. ഇനി അവരെന്ന് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും, കണവണമൊക്കെ. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഏതോ അക്ഷരം വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അക്ഷരം കുഞ്ഞാച്ചി ഇന്ന് ബാത്റൂമിൽ പോയോ? കുട്ടിയില്ല. കുഞ്ഞാച്ചിന്റെ സോപ്പിന്റെ പേരെന്താ? മലബാർ. മലബാറോ? അങ്ങനത്തെ സോപ്പൊന്നും ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മലബാർ അലക്ക് സോപ്പ് ഇട്ടാണോ സുസി കുടിക്കുന്നത്? അപ്പൊ സുസി പോവാണ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കല്യാണം കഴിച്ചോ? മലയാറ്റൂരേക്ക്. മലയാറ്റൂരിലേക്കോ? എന്റെ നേർച്ചയ്ക്കാണോ? അപ്പൊ കൂട്ടുകാരെ ഇത് പിറന്നാളായിട്ട് മോള് കുഞ്ഞിപ്പെണ്ണതാ അപ്പേന്റെ കയ്യിലിരിക്കുന്നു. ഹാപ്പി ടു യു അപ്പേ, ഹാപ്പി ടു യു അപ്പേ, ഹാപ്പി ടു യു അപ്പേ. പിന്നെ കുഞ്ഞുണ്ടായിട്ട് നിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. 25ാമത്തെ വയസ്സിൽ നിനക്കൊരു കുഞ്ഞുണ്ട്. അതെ. എങ്ങനെയുണ്ട് നിന്റെ 25 വർഷങ്ങൾ? 25 വർഷം കുഞ്ഞില്ലായിരുന്നു, ഇനിയുള്ള വർഷം അങ്ങോട്ട് കുഞ്ഞുണ്ട്. നീ ഹാപ്പിയാണോ? ഞാൻ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ സന്തോഷമുണ്ടെന്നോ? ഞാൻ ഹാപ്പിയാണ്. കണ്ടോ ചൊറിയുന്നുണ്ടോ? കണ്ടോ ഒരു ഇഷ്ടം ചൊറിയുന്നുണ്ടോ? വന്നില്ലല്ലോ. ആര്? ബിരിയാണി. അയ്യോ ബിരിയാണി കാട്ടിട്ട് വടന്നെ ഇല്ലല്ലോ. എന്റെ ദൈവമേ. അപ്പൊ ഇച്ചറിയാണ്ട് പപ്പ ഇച്ചയ്ക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും കൂടി 2 പിള്ളേർ. ഉണ്ടാക്കാനോ? ഉണ്ടാക്കാൻ സാധനം ആര് മേടിച്ച്? അല്ല ഇങ്ങനെയോ? എന്ത് സാധനം അത്? കൈ കാണിക്കുന്നുണ്ട്.
എന്തോ ഓർത്തിട്ടാട്ടോ പറയുന്നത്. അപ്പൊ ബിരിയാണി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ കൂട്ടുകാരെ. എല്ലാവരും ഇപ്പൊ 2 മണിയായിട്ടോ. ഇന്നലെ വിളിച്ച് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പൊ 10 ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതുവരെ ബിരിയാണി വന്നിട്ടില്ല. അപ്പൊ എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഇച്ചേനോട് പറഞ്ഞിരിക്കുന്നത് ചോറാവുന്നുള്ളൂ കേട്ടോ. ചോറാവുന്നേ ഉള്ളൂടാ. നിനക്ക് വിശക്കുന്നുണ്ടോ? ചോറാവുന്നേ ഉള്ളൂ. ആ ഇവിടെ ഇരിക്കി, ചോറാവട്ടെ. എന്താടാ കളിയാക്കുന്ന കൊച്ചിനെ? നിന്നെക്കാരും മൂത്ത ഞാൻ, മനസ്സിലായോ? ബഹുമാനമാണ്. അപ്പൊ ഇവനോ? അവനല്ല ബഹുമാനം. എന്റെ ചിരിച്ചോണ്ട് നടക്കുന്നുണ്ട്. ചെക്കന്റെ സൈക്കിൾ ഞാൻ എടുത്ത് ഒട്ടിച്ചു വെച്ചോ. അത് ചെക്കൻ പറയുന്നേ അപ്പൊ വരുമ്പോ നിന്നെ ശരിയാക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിറന്നാളായിട്ടാണോ എന്നോട് ഇങ്ങനെ പറയുന്നേ? അപ്പൊ ജോലിക്ക് പോയിട്ടുണ്ടല്ലേ? പറ. അപ്പൊ ജോലിക്ക് പോയിട്ട് വന്നിട്ട് നിന്നെ ശരിയാക്കും. പിന്നെ നിന്നെ ശരിയാക്കുന്ന നിന്നെ ശരിയാക്കും. നിന്നെ കാലയെ പിടിച്ചാൽ ഇവിടുന്ന് ഒറ്റ കറക്ക് ഇറങ്ങണം, ഒറ്റ ഏറെ എറിയും. ആ തെങ്ങിന്റെ മേലെ ഉണ്ടാവും. അവിടെ തേങ്ങ ഉണ്ടോ? തെങ്ങിന്റെ മേലെ ആ തേങ്ങേന്റെ മേലെ ഉണ്ടാവും നീ. ചാച്ചാനെ മുറിച്ച് തിന്നൂന്ന്, അളിയൻ എന്നെ മുറിച്ച് തിന്നൂന്നൊക്കെ പറയുന്നുണ്ട്. ചാച്ചന്റെ പിറന്നാളാടായിന്ന്. അതിന് അവൻ എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കാം. ചോറാവട്ടെടാ, ചോറാവട്ടെടാ. ചുണ്ടരി പെണ്ണേ, ചുണ്ടരി പെണ്ണെ ഇഷ്ടായോ? ചുണ്ടരി പെണ്ണേ. അപ്പൊ കൂട്ടുകാരെ, ഇച്ച അവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ ഇച്ചക്കുള്ള 2 സർപ്രൈസ് എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇച്ചക്ക് നമുക്ക് കൊടുക്കാട്ടോ. എല്ലാരും വിളിക്കാട്ടോ. കുഞ്ഞേച്ചി ഒന്നിങ്ങോട്ട് വാ. കുഞ്ഞേച്ചി ഭക്ഷണം കിട്ടാനായിട്ട് വിശന്നിരിക്കട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ഇച്ചക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ വരും കേട്ടോ. മമ്മി ഒന്നിങ്ങ് വാ. സാമ്പാ ഡൂഡു ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. എടാ കുഞ്ഞാ, അപ്പൊ ഉണ്ടോ എടാ എന്താടാ ഇങ്ങനെയാ സർപ്രൈസ് പറയാ? പിന്നെ ഓ ഇവൻ ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലേ? കണ്ടോ മമ്മി, ഇവള് സർപ്രൈസ് ഒക്കെ മേടിച്ചു. ഞാനൊന്നും വാങ്ങിയിട്ടില്ലേ. മമ്മി ഒട്ടിക്കുന്നു, പപ്പ ഒട്ടിക്കുന്നു. എന്റെ അമ്പു, എന്റെ ദൈവമേ, പപ്പ വലിച്ചു കയറുന്നുണ്ട് കൂട്ടുകാരെ. എന്റെ കർത്താവേ, ഇതെന്താ ഇത്? ബനിയൻ ബനിയൻ ടീഷർട്ട്. എന്റെ അമ്പോ, സൂപ്പർ ഷർട്ട് ഷർട്ട് ടീഷർട്ട്. ന്യൂസ് പേപ്പറിന്റെ ടീഷർട്ട്. ആ ഇത് എനിക്ക് കൊള്ളാന്ന് പപ്പ. ലീവ് ലൈക്ക് എ കിങ്. രാജാ രാജാ. അതാ അപ്പൊ പപ്പേന്റെ വകയുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇത് കേട്ടോ. ഇച്ചക്ക് നീ ഇതറിയില്ലോ. ചോറായില്ല ചോറായില്ല എന്ന് പറഞ്ഞ് ചെക്കനെ പറ്റിച്ചു. ബിരിയാണി ആട്ടോ. ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി ആട്ടോ കൂട്ടുകാരെ. ചിക്കൻ ബിരിയാണി. എന്റെ ദൈവമേ, 3 മണിയായിട്ടോ. കാത്തിരുന്ന് ഇത്ര നേരം ചോറായില്ലേ ചോദിച്ചു വെച്ച് സംഭവം അളിയോ ഹാപ്പി ബർത്ത്ഡേ ടു യു അളിയാ. ചിക്കൻ ബിരിയാണി വന്നോട്ടോ. ചിക്കൻ ബിരിയാണി കൂട്ടി കഴിക്കാൻ പോകുന്ന വെള്ളം അങ്ങനെ ഞാൻ ഉണ്ടായതിന്റെ സന്തോഷത്തില് എല്ലാരും ചിക്കൻ ബിരിയാണി കഴിക്കും കേട്ടോ. കണ്ടോ, എല്ലാവർക്കും സന്തോഷമാണല്ലോ. എനിക്ക് സന്തോഷം. കുഞ്ഞായിരുന്നു വേവാ. നിനക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. എന്റെ പൊന്നോ, പിള്ളേർക്കോ? പിള്ളേർ ചോക്ലേറ്റോ? പാവക്കുട്ടി എനിക്കും. കൂട്ടുകാരെ പുതിയ ലുക്കാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ലുക്ക് പറ്റൂലോ. അപ്പൊ കൂട്ടുകാരെ കൊണ്ടുപോകും കേട്ടോ. കൂട്ടുകാരെ
അപ്പൊ ഞങ്ങൾ ഒരിടം വരെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടി ഒന്ന് പുറത്തു പോവാ. അപ്പൊ പുറത്തു വിടുക ഇവര് ഓർമ്മകൾ പുതുക്കാൻ പോന്നേ അപ്പേ. ഇടയ്ക്കിടയ്ക്ക് ഒരു പോക്കുണ്ട്. ഓർമ്മകൾ പുതുക്കാൻ പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല പപ്പ ഒന്നും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ഞാൻ വർഗീസ് അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടോ. വന്ന് കേറിയ പാടതാണ്ട് ഇവരെല്ലാം നല്ല ഉറക്കാറുണ്ട്. ബിരിയാണി ഒക്കെ അടിച്ചിട്ട് കണ്ടോ. പൊന്നു ഉറങ്ങി, സുസി ഉറങ്ങിയില്ല. എല്ലാരും കിടന്ന് ഉറങ്ങുവാട്ടെ. ഇപ്പൊ എന്തായാലും ഞാൻ വന്നപ്പോ ഇവര് എണീച്ചിരിക്കുന്നുണ്ട്. ഇവരെല്ലാരും ഉണ്ടല്ലോ എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് തിന്നാൻ വേണ്ടിയിരിക്കാം കേട്ടോ. എന്നാ നോക്കാൻ വേണ്ടിട്ട് ചോക്ലേറ്റ് വന്ന് കേട്ടപ്പോ 9 ചോക്ലേറ്റ് ഉണ്ടല്ലോ. ഡൂട് വേണിക്കുന്നത് നമ്മൾ തിന്നിറക്കേണ്ടി വരുമോ? സിൽക്ക് ബബ്ലി. എനിക്ക് ബബ്ലി അത്ര ഇഷ്ടം. അതെ എന്റെ പിറന്നാളാ. ഇതൊക്കെ എനിക്കാ. നോക്കട്ടെ എന്താണ് കണ്ടോ എന്റെ മോനെ. സ്കൈ ബേബിക്ക് ഹെലസെണ്ണം മേടിച്ചു കൊടുത്തതിന്റെ എടാ കിളിച്ച് നോക്കണ കുഞ്ഞാ. സ്കൈ എവിടെയാ? ഇവിടെ കിടക്കുന്ന കപ്പുണ്ടോ? ബിരിയാണി ഒക്കെ കഴിച്ച് അടിച്ചോ കിടക്കുവാണോ? ബിരിയാണി പാപ്പി. അപ്പൊ സ്കൈ ബേബിക്ക് പാവക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിറന്നാളിന്റെ എന്റെ പിറന്നാളിന്റെ അന്ന് അല്ലേ ഞാൻ. എടാ നിന്റെ പിറന്നാളിന് അവൾക്കാണ് ഗിഫ്റ്റ്. സാരല്ല പോട്ടെ. പപ്പേനെ മമ്മീനെ വകതാ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഹാപ്പി ടു യു മുറിക്കാൻ വേണ്ടി ഡൂഡ് റെഡി ആയിട്ട് നിക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ സാംപോൾ. ചെന്റെ മോനെ പൈസ നോക്കില്ല സുശി. അങ്ങോട്ട് കാച്ചി. പപ്പയ്ക്ക് ഒരു ആഘോഷമുണ്ടായിട്ട് പിന്നെ ആഘോഷിക്കല്ലാണ്ട് ആർമാദിക്കണം. പപ്പേ ആർമാദിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ. അതൊക്കെ 25 കൊല്ലം ശരിക്കും അർമാദിച്ചതാ. 25 കൊല്ലം മുന്നേ. ഹാപ്പി ടു യു അപ്പൊ എടുക്കാണേ. മമ്മിക്കാണ് മമ്മി ഇന്നത്തെ ദിവസം. കുഞ്ഞാ 25 കൊല്ലം മുന്നേ മമ്മി അമ്മയായി. അമ്മേ ഞാൻ അയ്യോ പാപ്പയ്യ അങ്ങനെ കുഞ്ഞേച്ചി അങ്ങനെ കുഞ്ഞേച്ചിക്ക് ഒരു കുഞ്ഞനുജനുണ്ടായി. അങ്ങനെ സുസിക്ക് വീണ്ടും ഒരു കുഞ്ഞനുജനുണ്ടായി. ആദ്യത്തെ ഉണ്ടായിരുന്നു പുത്രൻ. 25 കൊല്ലം മുന്നേ ഡൂഡൂന് ഇച്ചാച്ചി ഉണ്ടായി. അപ്പൊ 25 കൊല്ലം മുന്നേ പൊന്നൂന് ഞാൻ ഉണ്ടായി. നിനക്ക് വേണ്ടി ചന്ദ്രനല്ലോ സൂര്യൻ കിടക്കുതിച്ചു. ചക്കരൊക്കെയാണ് സന്തോഷം. എന്തിനാ കളയുന്നല്ലേ? അപ്പൊ കൂട്ടുകാരെ സ്കൈ ബേബിക്ക് അങ്ങനെ പറഞ്ഞ പോലെ നേരത്തെ 25 കൊല്ലം മുന്നേ ഞാൻ ഉണ്ടായി. അല്ലെ അവളുടെ അപ്പൻ ജനിച്ചു. അതെ അപ്പൻ ജനിച്ചിട്ട് 25 വർഷമായി. 25 വയസ്സുള്ള യങ്ങപ്പന് കിട്ടിയ മനസ്സിലാവുന്നുണ്ടോ? കൂട്ടുകാരെ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ശരിക്കും ആഘോഷിക്കേണ്ടത് മാതാപിതാക്കളാ അല്ലെ? സുസ്മിക്ക് ഹാപ്പി ടു യു സുസി. ഞാൻ കുഞ്ഞേച്ചി ആയ ദിവസം ടു യു പൊന്നു. ഹാപ്പി ടു യു ഡൂഡു. അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ
ഇന്നത്തെ ബർത്ത്ഡേന്റെ സെലിബ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ. രാത്രിയായി സമയം. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. അല്ലോ ഞാൻ അപ്പന്റെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോ അപ്പൊ കൂട്ടുകാർ ഒത്തിരി ആൾക്കാർ ഇന്ന് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തായിരുന്നു. എല്ലാരും വിഷ് ചെയ്തു. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹം, ഒത്തിരി സന്തോഷം അല്ലേ? ഒത്തിരി സന്തോഷം. അപ്പൊ എന്തായാലും അടിപൊളിയായി വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ബർത്ത്ഡേക്ക് എല്ലാ പൊന്നിന്റെ ബർത്ത്ഡേക്കും വിഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അത്രയോട് കൂടെ മറ്റു പേരുന്ന ആൾക്കാണാ.